എല്ലാവർക്കും നമസ്കാരം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വാർത്തകളും ഒക്കെയാണല്ലോ ഇന്നലെ ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജനം ടി വിയിൽ ഈ ഗോവിന്ദച്ചാമിയുടെ പേര് ചാർലി തോമസ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പല രീതിയിലുള്ള വിമർശനങ്ങളും പല രീതിയിലുള്ള പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് കാണാനായിട്ടിടയായി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പം, എന്താണ് ഈ ജനം ടി വി മാത്രമേ ഉള്ളൂ ഈ ചാർലി തോമസ് എന്ന് കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ജനം ടി വി ചാർലി തോമസ് എന്ന് കാണിക്കുന്നത്? അപ്പം അതിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും, അത് വർഗീയമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള പല വിമർശനങ്ങളും, തിരിച്ചുള്ള അതിനുള്ള മറുപടികളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്തങ്ങനെ ജനം ടി വി ഇങ്ങനെ പറയുന്നതെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കിട്ടുകയാണെങ്കിൽ, ചാർലി തോമസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് എന്നുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കിട്ടുകയാണെങ്കിൽ അത് എടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു ആവേശത്തിലാണ് ശരിക്കും കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നിട്ട് പഴയ ഡോക്യുമെൻറ്റ്സ് തപ്പിയെടുത്തത്. അപ്പം ആദ്യമായിട്ട് ഞാൻ എടുത്തൊരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഗോവിന്ദച്ചാമിയുടെ FIR ആണ്. അപ്പോൾ ഇന്നലെ ഇട്ടിരിക്കുന്ന FIR, ഇന്നലത്തെ FIR എന്ന് പറഞ്ഞാൽ ഇത് ജയിൽ ചാടിയതിന് ഇട്ടിരിക്കുന്ന FIR ആണ്. ആ FIRൽ പേര് കൊടുത്തിരിക്കുന്ന വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഗോവിന്ദസ്വാമി, ഏജ് 41, അച്ഛൻ്റെ പേര് ആറുമുഖം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ പിന്നെ ഓർത്ത്, ഇതിപ്പോൾ FIRനകത്ത് പേര് അത്രയ്ക്ക് ചിലപ്പം കറക്റ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ഈ നേരത്തെ ഒരു വിധി പകർപ്പ്, അതായത് ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന വിധി പകർപ്പാണ്. ഇതിനകത്തും ഇതുണ്ടോ, ഗോവിന്ദച്ചാമി സൺ ഓഫ് അറുമുഖം ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സുകളിൽ വളരെ വ്യക്തമായിട്ട് കോടതി ഡോക്യുമെൻറ്റിലും പോലീസിൻ്റെ ഡോക്യുമെൻറ്റിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗോവിന്ദസ്വാമി എന്ന് പേര് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ പേര് ജനം ടി വി എന്തടിസ്ഥാനത്തിലാണ്, എന്ത് സന്ദേശം കൊടുക്കാനായിട്ടാണ്, അല്ലെങ്കിൽ അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാർലി തോമസ് എന്നുള്ള പേര് മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല.